അങ്ങനെ ആയിപ്പോയി. കാരണം വള്ളി പറയുന്നില്ല, വള്ളിയാവും. അതെ, വള്ളിയെ കുറിച്ച് പറഞ്ഞാൽ വള്ളിയാവും. ഈ ആക്ടേഴ്സിന് മനസ്സിൽ കണ്ടാണോ എഴുതിയ? ഇല്ല, ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ആക്ടേഴ്സിനെ മനസ്സിൽ കണ്ട് എഴുതാറില്ല. അതെന്താ അറിയോ, ആ ആക്ടർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കിട്ടുമോ? അങ്ങനെ എഴുതാറില്ല. ഇനി ആടെഴുതുമ്പോൾ എനിക്കൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഉറപ്പായിട്ടും അങ്ങനെയാണ് അവർ വെച്ചത് അവർ സംസാരിക്കുന്നത് അവരറിയാലോ. അപ്പൊ ആ ഡയലോഗുകൾ പോലും അവരുടെ സ്ലാങ്ങിലാണ് ഇപ്പം എനിക്ക് വരിക. ആദ്യം എഴുതിയപ്പോ ഒന്നും മനസ്സിലായിരുന്നു. ഒന്നും മനസ്സിലായി. വിനായകൻ ചേട്ടൻ ഒരു ക്യാരക്ടറായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. കാരണം ഡ്യൂഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇറ്റ് സപ്പോസ് ടു ബി എ ഡ്യൂഡ്. നമ്മൾ വെറുതെ ഡ്യൂഡ് കൊണ്ടല്ലോ. അങ്ങനെ ഡ്യൂഡ് ആവാൻ പറ്റിയ ആളാരാണെന്ന് നോക്കിയപ്പോൾ അന്ന് എന്റെ മനസ്സിൽ ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ബലം പിടിച്ചത്. അത് പുള്ളി ആദ്യം പറഞ്ഞു, പുള്ളി അന്ന് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല, കംഫർട്ടബിൾ ആയിട്ട് പുള്ളിന്റെ സ്പേസുകളിലും പുള്ളിക്ക് വേണ്ട സിനിമകളും ചെയ്തു പോകുന്ന സമയത്ത് പുള്ളി അതിനോട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഈ അന്നൊക്കെ കേരള സൗഹൃദത്തിൽ പുള്ളിയുടെ വേണ്ടപ്പെട്ട കൂട്ടത്തിലൊക്കെ ഉള്ള ഏതോ ഒരു ചെറുക്കനാണെന്നാ ചെയ്തേക്കാന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ് പുള്ളി. എന്നാ പിന്നെ ചെയ്യാൻ പറ്റാനെന്ന് പറഞ്ഞ് വന്നതാണ് പുള്ളി. ഇപ്പൊ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ, ഭയങ്കര എക്സൈറ്റഡ് വേണ്ടി വിളിക്കുമ്പോൾ. കാരണം പുള്ളിയുടെ ഒരു ഐക്കോണിക് ക്യാരക്ടറല്ലേ. ഈ ഡൂഡ് എന്നുള്ള സാധനം എങ്ങനെ കിട്ടിയ പേരും അതിനുള്ള അബ്രിവേഷനും? ഞാൻ ആക്ച്വലി ആട് വണ്ണിൽ ഡ്യൂഡ് എന്ന് എഴുതിയുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ഡ്യൂഡ് ഈസ് ജസ്റ്റ് എ ഡ്യൂഡ്, എക്സ്പാൻഷൻ ഒന്നുമില്ല, പേരുമില്ല. ഡ്യൂഡ് എന്ന് വിളിക്കും, ഡൂഡു എന്ന് വിളിക്കും, ഡൂഡു എന്ന് വിളിക്കും, എന്തും വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ആട് 2 എത്തുമ്പോഴാണ് ഡ്യൂഡ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇട്ടിട്ടല്ലോ, നമ്മൾ ഡ്യൂഡിന്റെ എക്സ്പാൻഷൻ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞാൽ ഡ്യൂഡിന്റെ എക്സ്പാൻഷൻ വന്ന് എങ്ങനെ ഉണ്ടാവും. എന്റെ പ്രത്യേകത എനിക്ക് സാധനം ആണെങ്കിൽ എന്റെ മുന്നിൽ കാണുന്ന മേക്കപ്പ് മാനോട് ഞാൻ ചോദിക്കും, ഇങ്ങനെ ഒരു സാധനം വന്ന് എന്തായിരിക്കും. അപ്പൊ ഞാനൊരു ഹ്യൂമർ തപ്പ് എന്ന് പറഞ്ഞാൽ ആളുകൾ പതുക്കെ പല വഴിക്ക് വിളിക്കാൻ തുടങ്ങും. ഇപ്രാവശ്യം ക്യാമറയുടെ അകലിനൊക്കെ എന്തോ ലെൻസിന്റെ കാര്യം എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഹ്യൂമർ തപ്പ് ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അപ്പൊ ഇന്ന് വെറുതെ പടി പഠിക്കുന്ന തിരിച്ചിട്ട്. അപ്പൊ ഡ്യൂഡിന്റെ എക്സ്പാൻഷൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചുറ്റും നോക്കി ഡ്യൂഡ് ഡ്യൂഡ് ഡ്യൂഡ്. അപ്പോഴാണ് നമ്മുടെ ഡ്യൂഡിന്റെ കൂട്ടത്തിലുള്ള കുഞ്ഞു ഡ്യൂഡുള്ള ഒരാളായ സജേഷ് പറയുന്നത്, ചേട്ടാ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഇട്ടാലോ, ദാമോദരൻ ഉണ്ണിമകൻ ഇതിനകത്തുണ്ട്. അവർ എക്സ്പെർട്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്നിരിക്കുന്ന ഓരോന്ന് കിട്ടും. അടിപൊളി. അപ്പൊ അത് കിട്ടിയ ഞാൻ ചിരിച്ചു വീണു. ഞാൻ ചിരിച്ചു കൊണ്ട് പിന്നെ ഞാൻ ചിരിച്ചു, ഓടിയനും ചിരിച്ചു. നല്ല എക്സ്പെർട്ട് ആയിരുന്നു. അവൻ ആദ്യം ഡിംനൻ എന്നാണ് പറഞ്ഞത്, പുള്ളി അത് ഡിൽമൻ ആക്കി. എനിക്ക് ആരായാലും ഓക്കെ, ദാമോദരൻ ഉണ്ണിമകൻ ഡി അടക്കൊച്ചി കേട്ടാൽ തന്നെ ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനെ പറയും, അത് എഴുതി അതുണ്ടാക്കി അതിന്റെ മേക്കർ. അത് കേൾക്കുമ്പോൾ എന്താ പെട്ടെന്ന് ഇപ്പം എന്താ മനസ്സിലായിരുന്നു പറയണം. ഷാജി പാപ്പൻ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലൊക്കെ വടംവലി ടൂർണമെന്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ വടംവലി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും ഒരു കാർന്നൂർ 7 പിള്ളേരെ കൊണ്ടുവന്നു. അങ്ങനെ ഇൻസ്പയർ ആയതാണ്. ഒരു ഇപ്പം നമ്മുടെ അവിടെ കമ്പളക്കാട് 7s ഫുട്ബോൾ ഒക്കെ നടക്കുമ്പോഴത്തേക്കും ഇത് വടംവലിയിൽ മാത്രമല്ല കേട്ടോ, അപ്പം മലപ്പുറം ടീം വരും. അപ്പൊ ഞാനൊരു ക്യാരക്ടറിനെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടോ അറിയില്ല, എന്റെ മനസ്സിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഒരു ക്യാരക്ടർ വന്നിരിക്കുകയാണ്. അപ്പൊ പുള്ളി അവിടുത്തെ കച്ചവടക്കാരനോ അങ്ങനെ എന്തോ കച്ചവടക്കാരനാണ്. അപ്പൊ അതിനോട് ബന്ധമുള്ളതുകൊണ്ട് നാട്ടിലെ ടൂർണമെന്റിൽ പുള്ളി അവിടെ ടീമിനെ കൊണ്ടേക്കാം. അപ്പൊ അതിൽ കുറച്ച് ആഫ്രിക്കൻസ് കളിക്കുന്നുണ്ട്. സെവൻസ് ഒന്ന് വൻ ആവേശമൂത്ര കളിയിൽ പുള്ളിയുടെ ടീം സെമി തോറ്റുപോയി. സെമിയിലാണോ ഫൈനലാണ് തോറ്റുപോയി. അപ്പൊ ഇവർ ഇരുന്നിട്ട് മൂലിക്കുന്ന ആഫ്രിക്കൻസ് ഭയങ്കര വിഷമത്തിൽ കരയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം സൈഡിൽ ഇരുന്നിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നേക്കുന്ന ഒരു ജീപ്പിൽ 6 ആഫ്രിക്കൻസ് 2 ജീപ്പിൽ പുള്ളി വന്നേക്കാണ് മലപ്പുറത്ത് ഏതോ ഭാഗത്ത്. ഇദ്ദേഹം പുള്ളിയുടെ മലയാളത്തിൽ ആഫ്രിക്കാരോട് പറയാണ്, ഇത് കരയണ്ട, കളിയാകുമ്പോ അങ്ങനല്ലേ, അത് തോക്കും, കായ് പോയൊന്നും കാര്യമാക്കണം, നമുക്ക് പോവാം, നമ്മൾ സെമിയിലെത്തിയില്ലേ ജിബാ. പുള്ളിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പോലും എനിക്കറിയില്ല. ഇദ്ദേഹം 10-14 പേരുണ്ടല്ലോ, ഈ 10-14 പേരെ കുട്ടിയുടെ സോഡയൊക്കെ മേടിച്ചു കൊടുത്ത് നമുക്ക് ബിരിയാണി കഴിച്ച് പോലെ പോകാന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കണം. അപ്പൊ അങ്ങനെ ഒരു ആളുകളിൽ നിന്നാണ് ഷാജി പാപ്പൻ ഇൻസ്പയർ ആയത്. ഒരു കായിക രൂപത്തോട് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടം പിള്ളേരെ കൊണ്ട് പ്രായം മറന്ന് രക്ഷാധികാരി ബൈജു, അതുപോലത്തെ ഒരാളാണ് ഷാജി പാപ്പൻ. ഞാൻ ഒരുപാട് കുട്ടിക്കാലത്ത് കണ്ട് ചിരിച്ച ഒരു കഥാപാത്രമാണ് മിന്നൽ പ്രതാപ്. അന്നത് അത്രയും മാച്ചോ മാൻലി ആയ സുരേഷ് ഏട്ടൻ വന്നിട്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു. പുള്ളി വന്ന് വീഴുന്ന തന്നെ ബോട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ച് വെള്ളത്തിലേക്ക് കണ്ടിട്ട് അപ്പം ആരും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഡെന്നിസ് സാറിനോട് സംസാരിച്ചപ്പോൾ പുള്ളി എന്റെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അത് പിന്നീട് കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിൽ എവിടെയോ സബ് കോൺഷ്യസിൽ എവിടെയോ കിടക്കുന്ന ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ രസികൻ പോലീസുകാരൻ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇയാളുടെ ലുക്ക് എല്ലാം കൊടുത്തിട്ട് സൽമാൻ ഖാൻ അനുകരിക്കുന്ന, ദബാങ്ങിനെ അനുകരിക്കുന്ന ഒരു മണ്ടൻ, ഒരു മിന്നൽ പ്രതാപനെ പോലത്തെ ഒരാൾ. പുള്ളി ഉപദ്രവകാരിയൊന്നുമല്ല, പുള്ളി ഉപകാരിയല്ല, പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പൊ അങ്ങനെയായിരുന്നു സർവത്തിലേക്ക് വന്നത്. പിന്നെ ഡ്യൂഡിനെ കുറിച്ച് ആലോചിച്ചപ്പം ഇപ്പൊ നമ്മള് ചില ഗൈറിച്ചി പടങ്ങളൊക്കെ കാണില്ലേ, സ്റ്റൈലിഷ് മണ്ടന്മാർ, വില്ലൻ സ്റ്റൈലിഷ് വില്ലൻ, വൻ മണ്ടൻ. ഇപ്പൊ ലോക്ക് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതൊരു ഗൈറിച്ചി ക്യാരക്ടറൈസേഷൻ ആണ്. വൻ ജേസൺ സ്റ്റേത്തൊക്കെ നല്ല കലക്കൻ ബ്ലേസർ ഒക്കെ വന്നിട്ട് വൻ മണ്ടത്തിലൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഡ്യൂഡിനെ ഉണ്ടാക്കുന്നത്. പിന്നെ അറക്കലവ് സ്വാഭാവികമായും കൂട്ടത്തിലെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ യാത്രയിൽ പോയ മറ്റേ പുള്ളിന്റെ സാധനം തന്നെ എടുത്ത പേര് എനിക്കറിയില്ല, പേര് ഓർമ്മയില്ല, അദ്ദേഹത്തിന്റെ തന്നെ ഞാൻ എടുത്തു. അപ്പൊ ഇയാൾ ഒരു വൻ മാസ് പറയും, മാസ് പറയുമ്പോൾ ഒരു മാസ് രൂപം വേണം. അങ്ങനെ ശരിക്കും ഉണ്ടായതാണ് ശശിയാശാൻ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ശശിയാശാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ നമ്മൾ ശശിയാശാനെ ഒരു ക്യാരിക്കേച്ചറിഷായിട്ട് നമ്മൾ അവതരിപ്പിച്ചു. അപ്പൊ അത് ഭൂരിഭാഗം പേരും അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു. ആ തോട്ട് എങ്ങനെ വന്നേ? അതിനല്ലേ പുള്ളിയുടെ ഒഴിവാക്കിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനിടെ ഒരു രാഷ്ട്രീയക്കാരൻ കൂടി ഇരിക്കട്ടെ, ജീവിതത്തിന്റെ പല
മേഖലയിലുള്ളവർ. അപ്പൊ വെറുതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞാൽ ആളുകൾക്ക് കണക്ട് ആവില്ല. കണക്ട് ആവില്ല. അപ്പൊ നമ്മള് ശശി ആശാൻ എടുത്തു. അപ്പൊ അതെല്ലാവർക്കും കണക്ട് ആയി. എന്നെ അങ്ങനെ ആരും ഇപ്പൊ ശശി ആശാനെ കാരിക്കേച്ചറിഷായി കാണിച്ചത് കൊണ്ട് ആരും എന്നെ ഇപ്പം പാർട്ടി പ്രവർത്തകരും ആരും 1-2 മെസ്സേജസ് ആട് വന്നിറങ്ങിയപ്പോൾ വന്നതല്ലാതെ എന്താ ഇത്രയും സ്വാഭാവികമായും അതിന് ഹ്യൂമർ കിട്ടാത്തതുകൊണ്ടാണ്. ശരിക്കും ഇത്തരം ഹ്യൂമറുകളിലൂടെയാണ് അല്ലെങ്കിൽ ഇത്തരം കാരിക്കേച്ചറിഷ് ക്യാരക്ടേഴ്സ് മാധ്യമങ്ങളും കാർട്ടൂണിസ്റ്റുകളും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ആക്ച്വലി ഒരാളുടെ ഫെയിം കൂടുന്നത്. അപ്പൊ അത് ആട് രൂപയ്ക്കാകുമ്പോഴത്തേക്കും പുള്ളി പോപ്പുലറായി. അടുത്ത് ചെയ്യുമ്പോഴും പുള്ളി അടിപൊളിയായിരിക്കും. ശശി ആശാനാണ്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് ശശിയാശാന്റെ ശരിക്കുള്ള ആശാൻ എന്തെങ്കിലും എപ്പോഴും കണ്ടിട്ടില്ല. ഇന്ദ്രസേനൊക്കെ സംസാരിച്ച പുള്ളിക്ക് അത് ഇന്ദ്രസേന ഭയങ്കര ഇഷ്ടമാണ്. അതെ, നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? ഓക്കെ. പുള്ളിയുടെ പേജിൽ ആടിന്റെ മറ്റേ ട്രോളുകളൊക്കെ പണ്ട് ആ സമയങ്ങളിലൊക്കെ പുള്ളി അത് ഏതൊക്കെ ഇഷ്യൂവിൽ പ്രതികരിച്ച ആടിന്റെ ട്രോളൊക്കെ ഇട്ട് പുള്ളി ചെയ്തായിരുന്നു. എപ്പിക് ഷൂട്ട് ചെയ്യാൻ പണിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പണിയാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ അതിന് എപ്പിക്കുന്നത്. എപ്പിക് എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ? എപ്പിക് എപ്പോഴും വേണ്ടായിരുന്നു തോന്നിയായിരുന്നില്ല? ഇല്ല, ആഗ്രഹിച്ചിരുന്നു. കാരണം നമ്മളൊരു എന്റെ പിന്നിലുള്ള മോട്ടീവ് പറയാം. ആട് 2 നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് കഥാപാത്രങ്ങളുടെ ഇൻസ് ആൻഡ് ഔട്ട്സ് അറിയാം. ഇനി വാട്ട് ഇഫ് ഇവര് അവർക്ക് അപരിചിതമായ ഒരു ടെറൈനിലേക്ക് അവരെ പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കും അറിയാൻ എനിക്കൊരു കൗതുകം. അല്ലെങ്കിൽ ആട് 1ഉം 2ഉം പോലെ തന്നെ ആട് 3 ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആവർത്തിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പം ഒരു വ്യത്യസ്തതയ്ക്ക് ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എനിക്ക് ഡിഫറെന്റ് ആയിട്ടൊരു ആട് ചെയ്ത് നോക്കണമായിരുന്നു. 2 ആട് നമ്മൾ ഒരുപോലെ ചെയ്തില്ലേ? ഹൈ റേഞ്ചിൽ കിടന്ന് നമ്മൾ കറങ്ങി നമ്മളെല്ലാം കാണിച്ചു. അപ്പൊ ഇനി 3ാമതൊരാട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഒരു വേൾഡ് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ എനിക്കൊരു കൗതുകം. ഇപ്പം എപ്പിക് എടുക്കാൻ പണിയായതുകൊണ്ട് പ്രൊഡ്യൂസർ വിജയ് ബാബു നമുക്ക് രാജാക്കന്മാരെ ഒറിജിനൽ രാജാക്കന്മാരായിട്ട് കാണിക്കണോ? സാധാ കോമഡി രാജാവായിട്ട് കാണിച്ചാൽ മതിയില്ല എന്നൊക്കെ ചോദിച്ചു നേരിട്ട്. ശരിയാണ്, കോമഡി രാജാവല്ലേ? ആ വേഷങ്ങളൊന്നും വേണ്ട. അതെന്താ സംഭവം എന്ന് വെച്ചാല് ഇത് ചെയ്തു വന്നപ്പോ നമ്മൾ എഴുതി വന്നപ്പോ രസം എല്ലാവരും ചിരിച്ചു. പിന്നെ ഇതിന് ലുക്ക് ആൻഡ് ഫീൽ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം അനീസ് നാടോടിയാണ് നമ്മുടെ ആർട്ട് ഡയറക്ടർ. നാടു ഞാൻ കൺസീവ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഡ്യൂറേഷൻ വൈസ് ഒരു സിനിമയിൽ ഒരു കാരണവശാലും തീരില്ല. അപ്പൊ റൈറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു പാർട്ടിൽ തീരില്ല. കാരണം എന്റെ വേൾഡ് ബിൽഡിങ്ങിന് കുറച്ച് സമയം. കാരണം നമ്മള് ടൈം ലൈനുകൾ, നിങ്ങൾ അത്തരം സിനിമകളുടെ ആസ്വാദകനാണെങ്കിൽ നമ്മൾ ടൈം ലൈനുകൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 2 ലോകങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ വേൾഡ് ബിൽഡിംഗ് നമ്മൾ അതിൻ്റെതായ ഒരു സമയം കൊടുത്തേ മതിയാവും. അത് കഴിഞ്ഞ് നമ്മളൊരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ 2-3 മണിക്കൂർ തന്നെ ആടെ ഏകദേശം 2 മണിക്കൂർ ഉണ്ട്, 48 മിനിറ്റോളം ഉണ്ട് ഈ പാട്ട് അടുത്ത്. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് വളരെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് ഇതുവരെ നമ്മൾ പറയും, ഈ പോയിന്റ് വരെ നമ്മൾ പറയുന്നു. ഇതിനുശേഷം ആടിന്റെ വൈൻഡിങ് അപ്പ്, എപ്പിക് കൺക്ലൂഷൻ എല്ലാം ഇതിന്റെ അടുത്ത ഭാഗത്ത് പ്രേക്ഷകർ ഇതിനൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഞാൻ വിജയബാബു പാട്ട് ടേംസിലാണ് ഈ പടം ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഇതിന്റെ വലിപ്പം കാരണം വിജയബാബു കുന്നപ്പള്ളിയെ കൂടി കൊണ്ടുവന്നു. അപ്പോൾ വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഈ ഫസ്റ്റ് പാർട്ടിന്റെ സ്ക്രിപ്റ്റാണ് വായിച്ചത്. നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ അതായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്നും ഒരു സീൻ പോലും മാറ്റി ഷൂട്ട് ചെയ്യുകയോ സെറ്റിലിരുന്ന് തിരിച്ച് എഴുതുകയോ അങ്ങനത്തെ ഒരു പരിപാടികളും ഉണ്ടായിട്ടില്ല. എന്താണോ നമ്മൾ കൊണ്ടുപോയത് അത് തന്നെ നമ്മൾ ആ ഡിസ്കിലാക്കി ഷൂട്ട് ചെയ്ത് തിരിച്ചു. പാർട്ട് 3യുടെ കൺക്ലൂഷൻ ആണ് പാർട്ട് 2 ഉണ്ടാവുക, അല്ലാതെ ആടിന്റെ കൺക്ലൂഷൻ അല്ല. ആടിന്റെ പാർട്ട് 3 സെക്കൻഡ് പാർട്ട് കൂടി ആട് നിർത്തുകയാണ്. ആട് ഫ്രാഞ്ചൈസ് ഞാൻ അവസാനിപ്പിക്കണം. ശരിക്കും? യെസ്. അയ്യോ വൈ? ഇനി അത് ആരെങ്കിലുമൊക്കെ റീവാമ്പ് ചെയ്യട്ടെ. അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാലോ. ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഉണ്ടല്ലോ, ആളുകൾക്ക് സ്പിൻ ഓഫ് എടുക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവസരം ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ ഓഫ് കോഴ്സ് റൈറ്റ് തീരുമാനമല്ലേ, അത് കൊടുക്കണമല്ലോ. അങ്ങനെയല്ലേ ഇപ്പം ഒരു ജനറേഷൻ ഒരു ക്യാരക്ടറിനെ എടുത്ത് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ പുറകെ വരുന്ന അടുത്ത ഫിലിം മേക്കേഴ്സ് ജനറേഷൻ അവർക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അവരെ നമുക്ക് റീവാമ്പ് ചെയ്യുന്നു, അവർ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ സിനിമകളിൽ. അങ്ങനെ സംഭവിക്കണം. ബ്ലേഡ് റണ്ണർ നമ്മൾ അന്ന് കണ്ട ടേക്ക് അല്ല, ഇപ്പൊ പുതിയ വന്ന ബ്ലേഡ് റണ്ണർ 2024. അപ്പൊ അതങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഫിലിം മേക്കേഴ്സ് അടുത്ത ജനറേഷൻ പുറകെ വരുന്നുണ്ടെങ്കിൽ